നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പലപ്പോഴും ചെറിയ ചെറിയ നുണകൾ പറഞ്ഞിട്ടുള്ളതാണ്. വലിയ നുണകളല്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനായി ചെറിയ നുണകളൊക്കെ പറഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനും ഇന്നേ വരെ പ്രപഞ്ചമുണ്ടായതിനു ശേഷം ജനിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യൻ പോലും, മഹാത്മാഗാന്ധി പോലും എന്തെങ്കിലും ചെറിയ കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞിരിക്കുക. അദ്ദേഹമാണല്ലോ ഏറ്റവും വലിയ സത്യസന്ധൻ എന്ന് ഒക്കെ പറയുന്നത്. എന്തായാലും മഹാത്മാഗാന്ധി പോലും അത്തരത്തിലൊരു കാര്യം നുണ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം കുട്ടിക്കാലത്ത് പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് നമുക്കതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപം തോന്നും. ഒരാളോട് പറയുന്നത് പോലെയല്ല ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു വേദിയിൽ കുറേ ആൾക്കാർ മുന്നിലിരുത്തി പറയുന്നത്. ഈ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ നമ്മൾ ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അപഹാസ്യരാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ പറയാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കഴിയുന്ന ഒരാളുണ്ട്, പിണറായി വിജയൻ. ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നവരാണ്, കള്ളങ്ങൾ പറയുന്നവരാണ്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായി തന്നെ കണ്ടാൽ മതി. പക്ഷേ വ്യക്തിപരമായി ഇത്തരത്തിലുള്ള പെരും നുണകൾ പടച്ചുവിടാൻ, തട്ടിവിടാൻ യാതൊരു ഉളുപ്പും മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശൂന്യാകാശത്തൊക്കെ പോകാൻ, ബഹിരാകാശത്തൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ രാജ്യമൊക്കെ കോടിക്കണക്കിന് രൂപ, ശതകോടികൾ ചിലവാക്കുന്നുണ്ട്. അതിന് പകരം അത് ശൂന്യാകാശം അവിടെ തന്നെ കാണും. അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരെയും പിണറായി വിജയനെയും ഒക്കെ കുറിച്ച് പഠിക്കാൻ, അവരുടെ തലച്ചോറിനെയും ചിന്താശേഷിയെയും ഒക്കെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. കാരണം ശൂന്യാകാശം നമുക്കൊരു ഉപദ്രവവും ചെയ്യുന്നില്ല, ബഹിരാകാശം ഇവരൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ പെരും നുണകൾ പറയാൻ പിണറായി വിജയന് യാതൊരു മടിയുമില്ലെന്നാണ്. ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇടതുപക്ഷത്തെ ബലി കൊടുത്ത് സ്വന്തം ഇമേജും സ്വീകാര്യതയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷക്കാരെന്ന് സ്വയം നടിക്കുന്ന ചിലരുടെ വലയിൽ യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ചെന്നുപെടരുതെന്നാണ് ഇയാൾ ഇപ്പോൾ ഇന്നലെ തള്ളി മറിച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്ക് വലതുപക്ഷ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ്. പല സംസ്ഥാനങ്ങളും കോൺഗ്രസും BJPയും തുടർച്ചയായി ഭരിച്ചപ്പോൾ തുടർഭരണം അപകടകരമാണെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തെ നോക്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇടതുപക്ഷത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. യഥാർത്ഥ ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞ് വലതുപക്ഷത്തിന് ആക്രമിക്കാൻ ആയുധം കൊടുക്കുന്നവരെ നേരിടാൻ വലിയ ജാഗ്രത വേണം. അവരുടെ ആക്രമണം കൂടുതൽ മാരകമാണ്. അതിതീവ്ര ഇടതുപക്ഷമായി നടിക്കുന്നവരെ അതിതീവ്ര വലതുപക്ഷത്ത് കാണാമെന്ന ലെനിൻ്റെ വാക്കുകൾ ഓർക്കണം. പാർട്ടി കൊള്ളാം, നേതാക്കൾ കൊള്ളില്ല എന്നാണ് ചിലർ പറയുന്നത്. ഈ നേതാക്കളെയെല്ലാം വാർത്തെടുത്തത് ഈ പാർട്ടി തന്നെയല്ലേ? EMSഉം AKGയും ജീവിച്ചിരുന്നപ്പോൾ അവരെക്കുറിച്ചും ഇത്തരക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ വാഴ്ത്തും. ഇങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഇന്നലത്തെ തള്ളൽ. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്തരത്തിൽ കള്ളം പറയാൻ കഴിയുന്നത്? ഇപ്പോൾ തുടർഭരണം BJPക്കും കോൺഗ്രസിനും ഉണ്ടായപ്പോൾ ആരും വിമർശിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവരൊന്നും ഈ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോഴുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒരു സംസ്ഥാനത്തും തുടർഭരണം കിട്ടിയിട്ട് പോലും ഈ ഗൃഹിണി പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെയായിരുന്നു പിണറായി വിജയൻ്റെ ഭരണം. പിണറായി വിജയൻ ഒരു ഭാഗത്തുനിന്ന് കൈയിട്ട് വരുന്നു, മകൾ വരുന്നു, മകൻ വരുന്നു, ഭാര്യ വരുന്നു, കൂടെ നിൽക്കുന്നവന്മാർ വരുന്നു. ഇങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ. പക്ഷേ കോൺഗ്രസും BJPക്കും അഴിമതിക്കാരാണ്. അവരെല്ലാവരും, രാഷ്ട്രീയക്കാരെല്ലാവരും അഴിമതിക്കാരാണ്. ഒരാളും നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നത്, ഈ തീവ്ര ഇടതുപക്ഷക്കാരെന്ന് നടിക്കുന്നവരെ സൂക്ഷിക്കണം, ജാഗ്രത കാണിക്കണം, അവരെ എതിർക്കാൻ നിലപാട് വേണം, ഒരു ജാഗ്രത വേണം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇവിടെ ആരാണ് തീവ്ര ഇടതുപക്ഷക്കാർ? ഈ പിണറായി വിജയൻ്റെ ഇത്തരം ചെയ്തികളെ ന്യായീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നവരെയാണ് ഇയാൾ ഈ പറയുന്നത്. ഇയാൾ കാണിക്കുന്നത് എല്ലാം ശരിയാണെന്നാണ് ഇയാൾ പറയുന്നത്. പാർട്ടി കൊള്ളാം, നേതാക്കൾ കൊള്ളില്ല എന്നാണ്. ഇവിടെ EMSോ അല്ലെങ്കിൽ AKGയോ ഗൗരിയമ്മയോ അച്യുതാനന്ദനോ ഒന്നും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പലർക്കും ഉണ്ടാകാം. പക്ഷേ അതൊക്കെ വളരെ വളരെ ചെറിയ തോതിൽ മാത്രമാണ്. പിണറായി വിജയനെ അറഞ്ചം പുറഞ്ചം ആക്രമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? അത് പറയുന്നത് ഈ പാർട്ടി കൊള്ളാം, നേതാക്കൾ കൊള്ളില്ല എന്നാണ്. പാർട്ടി കൊള്ളില്ല എന്നല്ല, ഈ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെയും കോയിന്തനെയും റഹീമിനെയും പോലെയുള്ള നേതാക്കൾ കൊള്ളില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ AKGയും EMSഉം BSഉം ഒക്കെ ഏത് വേദിയിലാണ് ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളത്? ആരുടെ മക്കളാണ് ഇത്തരത്തിൽ വീണ കാണിച്ചതുപോലെയുള്ള അഴിമതികൾ കാണിച്ചത്? അതൊന്നും പറയണം മിസ്റ്റർ പാണ്ഡ്യാല വിജയൻ. കാരണം ഇത്രയധികം ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2 തവണ ഇരുന്ന ഒരാൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കുളയട്ടയെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ അയാളെ എന്താണ് പിന്നെ നമ്മൾ വിളിക്കേണ്ടത്?
ഇത് ജനങ്ങളെ വീണ്ടും വീണ്ടും അയാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് മതിഭ്രമം പിടിപെട്ടിരിക്കുന്നു, ഇയാളെ പിടിച്ച് വീട്ടിൽ അടച്ചിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് കരുതി ഇതെല്ലാം നമ്മളൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഇയാളുടെ ചെയ്തികളെ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്ന ഒരു നിലപാടല്ലേ ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. AKGയും EMSും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ വാഴ്ത്തുമെന്നും പറയുന്നു. അവരെയൊക്കെ ജനങ്ങളാരും ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുക ഒരു പരിധിയിൽ കഴിഞ്ഞ് വിമർശിക്കുന്നതൊന്നും ആരും കേട്ടിട്ടില്ല. പക്ഷേ കേരളത്തിലേക്ക് ഒന്ന് തെരുവുകളിൽ ഇറങ്ങി ഒന്ന് നടന്നാൽ അറിയാം പിണറായി വിജയനെ ആൾക്കാർ എത്രത്തോളം പറയുന്നു എന്നുള്ള കാര്യം. ഈ മരിച്ചു കഴിഞ്ഞാൽ പുകഴ്ത്തുന്ന കാര്യത്തിൽ പോലും പിണറായി വിജയൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരും. എന്തായാലും ഇതുപോലെയുള്ള ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇയാളുടെ ഈ അഭിനയശേഷിയെക്കുറിച്ച് അത്യസാധാരണമായിട്ടുള്ള ഭാവാഭിനയമാണ് അയാൾ കാഴ്ചവെക്കുന്നത്. അത് ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം. കാരണം മാസപ്പടി കേസ് ഉയർന്നു വന്ന സമയത്ത് ഇയാൾ മുഖ്യമന്ത്രിയാണ്. നിയമസഭയിൽ മാത്യു കോഴിനാടൻ MLA മകളുടെ മാസപ്പടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാൾ കാണിച്ച അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ, കാണാൻ കഴിയും. ചാടി എണീറ്റ് നിന്നിട്ട് മകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് തകർത്ത് കളയാമെന്നാണ് വിചാരം, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇരിപ്പാണ് ആസാനം കസേരയിൽ വെച്ചുകൊണ്ട് അവിടെ. ആ ഒരു മനുഷ്യൻ്റെ മകൾ ചെയ്ത ഓരോ പ്രവൃത്തികളും തെളിവുകളടക്കം പുറത്തു വന്ന് ഇയാൾ ഉടുതുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ ഇയാൾ ബർത്ത്ഡേ സ്യൂട്ടിൽ നിന്നിട്ട് പോലും ഇയാൾക്ക് ഉളുപ്പില്ല എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മാലിന്യമാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല.